ജിത്തു എനിക്ക് 25 ദിവസം 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ഉള്ളത്. അപ്പൊ നമ്മള് 2 ദിവസത്തിൽ ഒരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാൻ അകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പൊ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താന്ന് വെച്ചാൽ നമ്മള് ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്നതിന് വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതില് എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല ഈ പാട്ട് ആൽബത്തില്. പിന്നെ പാൽഡബിലോട്ടൊക്കെ പോകുന്നത് നമ്മള് ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഓരോ ആൾക്കാരെ തപ്പും. ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും.